ഹായ് ഫ്രണ്ട്സ്, സെപ്റ്റംബർ 10 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. 2025 സെപ്റ്റംബർ 10 കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുത്തത് CP രാധാകൃഷ്ണനെയാണ്. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൊള്ളപ്പലിശക്കാരെ പൂട്ടുന്നതിനായി സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷൈലോക്ക്. നോക്കിവെച്ചോളൂ, ഓപ്പറേഷൻ ഷൈലോക്ക് പോലീസിന്റെ പദ്ധതിയാണത്. കൊള്ളപ്പലിശക്കാരെ പൂട്ടുന്നതിനായി സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഷൈലോക്ക്. വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് വായു സർവേഷൻ പുരസ്കാരത്തിന്റെ 1ാമത്തെ റാങ്ക് നേടിയത് ഇൻഡോർ, മധ്യപ്രദേശ്. ഒന്നുകൂടെ നോക്കാം. വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് വായു സർവേക്ഷൻ പുരസ്കാരത്തിന്റെ 1ാമത്തെ റാങ്ക് നേടിയത് ഇൻഡോർ, മധ്യപ്രദേശ്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തത് സെബാസ്റ്റ്യൻ ലെക്കാർനെയാണ്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് സെബാസ്റ്റ്യൻ ലെക്കാർനെ. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം സെപ്റ്റംബർ 10. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമാണ് സെപ്റ്റംബർ 10. ചെസ് ലോക ചാമ്പ്യനെ കീഴടക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ 16-കാരനാണ് അഭിമന്യു മിശ്ര. അപ്പോൾ ചെസ് ലോക ചാമ്പ്യൻ എന്ന് പറയുന്നത് ആരാണ്? ഡി ഗുഗേഷിനെയാണ്. ഡി ഗുഗേഷിനെ കീഴടക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ 16-കാരനാണ് അഭിമന്യു മിശ്ര. അടുത്ത ദിവസത്തിലേക്ക് കടക്കാം. സെപ്റ്റംബർ 11 നോക്കുന്നത്. ചിക്കാഗോ പ്രസംഗത്തിന് 132ാമത്തെ വർഷമാണ് ആഘോഷിക്കുന്നത്. സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തമായ ചിക്കാഗോ പ്രസംഗം നടന്നത് 1893 സെപ്റ്റംബർ 11. ചിക്കാഗോ പ്രസംഗത്തിന് 132 വർഷമായിരിക്കുകയാണ്. ചിക്കാഗോ പ്രസംഗം നടന്നത് 1893 സെപ്റ്റംബർ 11. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ പേരിലുള്ള പുരസ്കാരം മരണാനന്തര ബഹുമതിയായി അർഹനായത് മൻമോഹൻ സിംഗിനാണ് ലഭിച്ചത്. PV നരസിംഹറാവുവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീ മൻമോഹൻ സിംഗിനാണ് ലഭിച്ചത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ബഹുമാനപ്പെട്ട എന്ന പദം നിർബന്ധമായിരിക്കുകയാണ്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള കത്തുകളിൽ മന്ത്രിമാരെ പരാമർശിക്കുമ്പോൾ ആദര സൂചകമായി ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ബഹു തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് നിർദ്ദേശം നൽകി. കളക്ടറേറ്റുകൾ, വിവിധ വകുപ്പുകൾ, ഡയറക്ടറേറ്റുകൾ തുടങ്ങിയ ഓഫീസുകൾക്ക് നൽകിയ സർക്കുലറിലാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ബഹുമാനപ്പെട്ട എന്ന പദം നിർബന്ധമായിരിക്കുകയാണ്. ബ്ലൂബെർഗിന്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും വലിയ ലോക സമ്പന്നനാണ് ലാറി എല്ലിസൺ ആണ്. ബ്ലൂബെർഗിന്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും വലിയ ലോക സമ്പന്നൻ. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനമാണ് KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ്. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരമാണ് KSFEക്ക് ലഭിച്ചത്. സ്കൂൾ കുട്ടികൾക്ക് മിഠായി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സ്കൂൾ വളപ്പിൽ തന്നെ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച സെന്ററാണ് മാ കെയർ സെന്റർ. സ്കൂൾ കുട്ടികൾക്ക് മിഠായി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സ്കൂൾ വളപ്പിൽ തന്നെ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച സെന്ററാണ് മാ കെയർ സെന്റർ. NRE അക്കൗണ്ടുകൾ ആരംഭിക്കാൻ ബോബ് ആസ്പയറുമായി ബാങ്ക് ഓഫ് ബറോഡ. NRE അക്കൗണ്ടുകൾ ആരംഭിക്കാൻ ബോബ് ആസ്പയറുമായി ബാങ്ക് ഓഫ് ബറോഡ. കേരളത്തിലെ ഏത് സർവകലാശാലയിലെ ഊർജ്ജ ശേഖരണ സാങ്കേതിക വിദ്യയ്ക്കാണ് ഇന്ത്യൻ പാറ്റന്റ് ലഭിച്ചത്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. കുസാറ്റിനാണ് കേരളത്തിലെ സർവകലാശാലയിൽ ഊർജ്ജ ശേഖരണ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ പാറ്റന്റ് ലഭിച്ചത്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.